ഹായ് ഗൈസ്, ലാസ്റ്റ് ടൈം നമ്മൾ നോക്കിയിരുന്നത് റെസ്റ്റ്ഫുൾ കൺവെൻസേഷനെ പറ്റിയാണ് നോക്കിയിരുന്നത്. റെസ്റ്റ്ഫുൾ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു എ പി ഐ വിളിക്കുന്ന കോമൺ യു ആർ എല്ലും അതിൻ്റെ HTTP മെത്തേഡ്സൊക്കെ നമ്മൾ യൂഷ്വലി കാണാൻ വേണ്ടിയിട്ടാണ്, യൂഷ്വലി അത് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസ്റ്റ്ഫുൾ API യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡാറ്റാബേസിന് ഡാറ്റ പുൾ ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ സർവറിന് ഡാറ്റ പുൾ ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ API വെച്ചിട്ടാണ് ഡാറ്റാസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡിലേക്കും വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരുന്നത് ഹാർഡ് കോഡഡ് അല്ല എന്ന് പറഞ്ഞിരുന്നു, ഒരു ജനറിക്കായിട്ട് നമ്മളിങ്ങനെയാണ് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നെസ്റ്റഡ് URLs ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നെസ്റ്റഡ് URLസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയ എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, ഞാനൊരു ഇവിടെ ഒരു ഇൻ്റർഫേസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈക്ക് ഫേസ്ബുക്കാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് എടുത്താൽ മതി ഇത്. ഓക്കെ, എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് ഉണ്ട്, ഓർ ഫ്രണ്ട്സ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ, ഫേസ്ബുക്കിൽ അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുവാണെങ്കിൽ. ഓക്കെ, ഞാൻ പക്ഷേ ഇവിടെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്തിരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഫ്രണ്ട്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഫ്രണ്ട് റിക്വസ്റ്റിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുണ്ട്, അവരുടെ പൊസിഷനുണ്ട്, അവരുടെ കമ്പനി ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റേനെ ഒന്ന് ബിറ്റ്സ് ആൻഡ് പീസസ് വെച്ച് നോക്കാം. ഓക്കെ, എന്തൊക്കെ ഡാറ്റ വേണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് എന്തൊക്കെ വേണം, ഒരു ഇമേജ് വേണം, ഓക്കെ, അവരുടെ പേര് വേണം, അവരുടെ കമ്പനി വേണം, അവരുടെ പൊസിഷൻ വേണം. സോ നമ്മൾ ഇത്രയും ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്നുള്ളത്. ലൈക്ക് API വഴി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഡാറ്റ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് വേണം, എന്നാലേ നമുക്കിത് ഫ്രണ്ട് റിക്വസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മളൊരു എക്സാമ്പിൾ ചോദിക്കാം. നമ്മളിപ്പോൾ ഡാറ്റ എടുക്കുന്നത് NoSQL ഡാറ്റാബേസ് എന്നൊന്ന് വിചാരിക്കാം. ഒരു MongoDBയിലോ എങ്ങാനാണ് ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഡാറ്റാബേസ് നമ്മൾ ഈ ഡാറ്റ പുൾ ഔട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നമ്മൾ SQL ടേബിൾ എന്ന് പറയില്ലേ, ഇതിൽ കളക്ഷൻസ് ആയിരിക്കും. അപ്പോൾ കളക്ഷൻസിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് നിങ്ങൾക്കറിയോ? ഞാനൊരു എക്സാമ്പിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ അത് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഓരോ ഡീറ്റെയിൽസ് ഉണ്ട്, ഇമേജ്, നെയിം, കമ്പനി, പൊസിഷൻ. അപ്പോൾ ആ ഡാറ്റയൊക്കെ നമ്മൾ ഇവിടെ ഒരു ഡാറ്റാബേസ് സ്റ്റോർ ചെയ്തിട്ട് ഇവർ ഇങ്ങനെ എടുക്കും, നെയിം, ഈ ID, നെയിം, ഇമേജ്, കമ്പനി, പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു ഡാറ്റാബേസാണ് എന്ന് വിചാരിക്കുക, കളക്ഷൻ MongoDBയിലാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ഡാറ്റ നമ്മൾ എടുക്കുക. ഓക്കെ, പക്ഷേ ഇതൊരു ഐഡിയൽ വേ അല്ല. കാരണം ഇപ്പോൾ കമ്പനിൻ്റെയും പൊസിഷൻ്റെയും കണ്ടോ, അത് ആക്ച്വലി ഇപ്പോൾ ഒരു 100 ഫ്രണ്ട്സും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നവരിക്കുക. എന്നിട്ട് ആ കമ്പനി എഡിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അക്വയർ ചെയ്തു, വേറെ കമ്പനി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ കമ്പനിയിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടാവും 100 പേരും. ഈ ഗൂഗിളിനെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ കമ്പനി മാറ്റും ഫേസ്ബുക്ക്. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഓരോ റെക്കോർഡ് പോയി ചേഞ്ച് ചെയ്യണം. സോ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ കുറച്ചുകൂടി സിംപ്ലസ്റ്റ് വേ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ കമ്പനിയും പൊസിഷനും ഇല്ലേ, ഇത് നമ്മൾ ഇത് ലിസ്റ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ, ഈ കമ്പനിയും പൊസിഷനൊക്കെ വെച്ചിട്ട് കണ്ടമാർ റെക്കോർഡ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിനെ വേറെ ടേബിളാക്കി നമ്മൾ മാറ്റും ഇവിടെ. ഇപ്പോൾ കമ്പനിക്കൊരു ടേബിൾ, പൊസിഷനൊരു ടേബിൾ, എന്നിട്ട് ഈ ID വെച്ചിട്ട് കൊടുക്കും. ഫോറിൻ കീ എന്ന് പറഞ്ഞുള്ള സ്കിൽ പറയുന്ന പോലെ ആ ഒരു പരിപാടിയാണ്. അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. കമ്പനി ID, പൊസിഷൻ ID പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും മനസ്സിലാക്കുന്ന രീതിയിൽ കുറച്ചുകൂടിയും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എന്തിനും ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിന് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ആ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാം ബേസിക്കലി, കാരണം പറഞ്ഞു വേറെ എവിടെ എത്തിയെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിനാണ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഉണ്ടാക്കുന്ന APIs ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ലൈക്ക് എൻ്റെ യൂസറുണ്ട്, ഇപ്പോൾ ഞാൻ യൂസറാണ്. എൻ്റെ യൂസറിന് എനിക്ക് ഫ്രണ്ട്സിനെ കാണണം, അവരെ കമ്പനി, പൊസിഷനും ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. സോ ഈ റെക്കോർഡായ ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു റെസ്റ്റ്ഫുൾ റൗട്ടിങ് URL വെച്ചിട്ട് എന്ത് HTTP മെത്തേഡൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുമോ? സപ്പോസ് എനിക്ക് ഫ്രണ്ട്സും അവരുടെ കമ്പനി, പൊസിഷൻ ഡാറ്റ എനിക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ എന്ത് URL ആയിരിക്കും, എന്ത് HTTP മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും എന്നുള്ളത്. ശരിക്കും ഇനി എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇതിനെ 2 columns ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
ഓക്കെ. എന്നിട്ട് ഫസ്റ്റ് കോളത്തിന് സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ ഐ ഡി 23 ആണെങ്കിൽ എൻ്റെ ഐ ഡിയിലെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കണം /23 എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് സിമ്പിളാണ് ആക്ച്വലി, അല്ലേ? സോ എൻ്റെ യൂസറിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഒരു URL വെച്ച് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിനെ കിട്ടും. ഓക്കെ. ഇനി അടുത്ത കോളം ഇവരുടെ കമ്പനി പൊസിഷൻ വേറെ ടേബിളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ. ഓക്കെ, ഫ്രണ്ട്സ് എല്ലാവരും എവിടെ ഉണ്ടാവും, പക്ഷേ അവർ കമ്പനി പൊസിഷൻ വേറെ ടേബിളാണ്. അപ്പോൾ കമ്പനി പൊസിഷൻ വേറെ ടേബിളാണെങ്കിൽ അവരുടെ ഡാറ്റ എടുക്കണം നമ്മൾ. ബേസിക്കലി ആ പേര് ഐ ഡി ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഡി വെച്ചിട്ട് നമുക്ക് ഡാറ്റയൊക്കെ പുൾ ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് നമുക്കൊരു 2-3 മെത്തേഡ് ഉണ്ട് ഇതെടുക്കാനായിട്ട്. ഫസ്റ്റ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യേണ്ടാവുക ഇതായിരിക്കും. എന്നുവെച്ചാൽ എൻ്റെ ഐ ഡിയാണ് 23. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കിട്ടി. ഇവിടെ ആ ഓരോ ഫ്രണ്ട്സിനും ഓരോ ഐ ഡി ഉണ്ടാവും, 1 2 3 എന്ന് പറഞ്ഞിട്ട്. അവരുടെ വെച്ചിട്ട് കമ്പനീസ് പൊസിഷനും വെച്ച് വിളിക്കാം ഇങ്ങനെ. ഇതൊരു ഓപ്ഷൻ. പക്ഷേ ഇതിൽ വലിയൊരു ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഈ ഒരു റിക്വസ്റ്റിന് ഫ്രണ്ടിൻ്റെ കമ്പനി പൊസിഷനൊക്കെ ഞാൻ 2 റിക്വസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 റിക്വസ്റ്റ് ഞാൻ പാസ് ചെയ്യണം എനിക്ക് കിട്ടണമെങ്കിൽ. ഇവിടെ 2 റിക്വസ്റ്റ് പാസ് ചെയ്യണം. അപ്പോൾ 3 പേർക്ക് ഞാൻ ഓൾറെഡി 6 പ്രാവശ്യം ഹിറ്റ് കൊടുക്കേണ്ടി വന്നു ഡാറ്റ കിട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര സ്ലോ ആവുകയും ചെയ്യും നമുക്ക് ഡാറ്റ എടുക്കണമെങ്കിൽ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് ഭയങ്കര ഇഷ്യൂ ആണ് ഈ മെത്തേഡ്. ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സ് വിളിച്ചു, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു, ഒറ്റയടിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ /companies/positions എന്ന് വിളിച്ചു. ഓക്കെ, പക്ഷേ ഇതിലും ചെറിയ ഇഷ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര കസ്റ്റമൈസ്ഡാണ്. ഓക്കെ, സോ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കസ്റ്റമൈസ് ആകുമ്പോൾ വലിയ ആപ്ലിക്കേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവും ഇങ്ങനെ കസ്റ്റമൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതും ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അടുത്തൊരു മെത്തേഡും കൂടി നോക്കുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് അപ്രോച്ച്. കുറച്ച് ഐഡിയൽ വേ എന്ന് പറഞ്ഞാൽ ഒറ്റ URL ഫുൾ ഡാറ്റ കിട്ടി നമുക്ക്. അപ്പോൾ 23 യൂസേഴ്സ് 23 ഇതെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിളിക്കണം, പിന്നെ വലിയ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. പക്ഷേ ഇവിടെ ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അത് ഒറ്റ URL എന്താ പറയുക, ഫ്രണ്ട്സും അതോടൊപ്പം കമ്പനിയും പൊസിഷനൊക്കെ ഡാറ്റ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു. ഓക്കെ, സോ ഇതാണ് ഫൈനൽ ഓപ്ഷൻ ഉള്ളത്. ഇതൊറ്റ URL ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ റെസ്റ്റ്ഫുൾ കൺവെർസേഷനെ കുറച്ച് ബ്രേക്ക് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇതിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ വിചാരിക്കുക നമ്മളിപ്പോൾ ഒരേ എൻഡ് പോയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെയും ഡാറ്റയ്ക്ക്. ഒറ്റ എൻഡ് പോയിൻറ്റിൽ എനിക്ക് ഫുൾ ഡാറ്റ കിട്ടണമെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ വിളിച്ചു, ഫ്രണ്ട് കിട്ടി, ഫ്രണ്ട്സിൻ്റെ കമ്പനി കിട്ടി. ഇത് കമ്പനി നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു മോഡലാന്ന് കണ്ടല്ലോ ഇവിടെ നമ്മൾ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കൈൻഡി നെയിമും ഈ കമ്പനിയിൽ നെയിമും ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മുടെ മോഡലിൽ ഇപ്പോൾ നെയിമും ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല, അതിൻ്റെ എംപ്ലോയി കൗണ്ട് ഉണ്ടാവും, പിന്നെ ഫൗണ്ടഡ് ബൈ ഏത് വർഷം ഫൗണ്ട് ചെയ്ത് എന്ത് ടൈപ്പാണെന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് കമ്പനിയുടെ. സോ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എൻ്റയർ മോഡലാണ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. MongoDB ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫുൾ എൻ്റയർ മോഡൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള നെയിം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ അതോടൊപ്പം നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ഡാറ്റ നമുക്ക് കിട്ടുന്നത് അൺനെസസറി ഡാറ്റയാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ടിക്കർ, എംപ്ലോയി കൗണ്ട്, ഡിസ്ക്രിപ്ഷൻ, ഫൗണ്ടഡ് ടൈപ്പ് ഇതൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല നമ്മുടെ കേസിൽ. സോ അതൊക്കെ ഒരു അൺനെസസറി ഡാറ്റയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ പ്രശ്നമുള്ളത്. നമ്മൾ ഈ പ്രശ്നത്തെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുമെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചാൽ റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിൻ്റെ ഒരു MongoDB ഡാറ്റാബേസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് APIs ഒക്കെ ലൈക്ക് ഇത് വിളിക്കുന്നുണ്ടാവുക, URLs വിളിക്കുന്നുണ്ടാവുക, അതോടൊപ്പം കറസ്പോണ്ടിങ് ഡാറ്റ കിട്ടുന്നുണ്ടാവുക, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതെങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് GraphQLൻ്റെയൊക്കെ എൻട്രി വരുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇത്ര കൺഫ്യൂഷൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്ര ഓടിച്ച് പറഞ്ഞാണ് ഇതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിന് ഓവർകം വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി GraphQL ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു പ്രോബ്ലം എൻകൗണ്ടർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് പ്രോബ്ലം എൻകൗണ്ടർ ആയി. സോ ഇതിന് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ GraphQL നോക്കുക. സോ ഞാൻ ഇത്രയും വെച്ച് നിർത്താണ്. ഇന്നിത്തിരി കുറച്ച് സ്ലൈഡ്സ് ഗോ ത്രൂ ചെയ്തു ഞാൻ. അപ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ കുഴപ്പമില്ല, ലൈക്ക് ലേറ്റർ ഓൺ നമ്മൾ GraphQLക്ക് വന്നിട്ടില്ല. ഇതൊരു
ഗ്രാഫിക്കിലേക്ക് വരുന്ന മുമ്പത്തെ ഒരു പ്രോബ്ലം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഗോ ത്രൂ ചെയ്തത്. സോ ഗ്രാഫിക്കിൽ വന്ന ശേഷം കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസിയാവും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം, ലൈക്ക് ഗ്രാഫ് ക്യൂഎലിൻ്റെ എന്താണ് ഗ്രാഫ് ക്യൂഎൽ, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ തൽക്കാലം ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും പറഞ്ഞുതരാം. അറിയാത്താണെങ്കിൽ നമുക്ക് ആരോടെങ്കിലൊക്കെ ചോദിക്കാം, ചാറ്റ് ജിപിടിയോടോ അല്ലെങ്കിൽ ഗൂഗിളിനോടോ ആരോടും ആരൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം, എന്തായാലും നോക്കാം. സോ ഞാൻ നിർത്തുന്നു. ബൈ.